ബംഗളൂരു ഡോഗ് ഷെൽട്ടർ ഹോമിൽ മലയാളി യുവതിയെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസ് കർണാടക പോലീസിന് കൈമാറി. പ്രതി ദീപക് കൃഷ്ണയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ബംഗളൂരുവിലും മറ്റ് സംസ്ഥാനങ്ങളിലും പുരോഗമിക്കുകയാണ്. കൊല്ലം സ്വദേശി ദീപക് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. 2024 കറൻസി കത്തിച്ചതിനും കേസുണ്ട്. വിദേശത്തുള്ള ഡോക്ടറെ ആക്രമിച്ചതിന് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുമുണ്ട്. മയക്കുമരുന്ന് കടത്ത് കേസിലും ദീപക് പ്രതിയാണ്. മരിച്ച വാടാനപ്പള്ളി സ്വദേശിനിയുടെ പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം നടക്കും. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ബോഡി വിട്ട് വരുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. കേസ് കർണാടകയിലേക്ക് കൈമാറുന്നതാണ് പറഞ്ഞത്. പ്രതിയെ പിടിക്കുന്നൊക്കെയാണ് അവർ പറയുന്നത്. മൊഴി എടുത്തിട്ടില്ല, എന്ന് മൊഴി എടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തലയ്ക്ക് പിടിച്ച് ഭിത്തിയിൽ ശക്തമായിട്ട് 2-3 വട്ടം ഇടിച്ചിട്ടുണ്ട്. നെഞ്ചിൽ ആഞ്ഞ് ചവിട്ടിയിട്ടുണ്ട്. അതിൽ തലയിൽ ഉണ്ടായിരുന്ന അടിയാണ് ഇപ്പോൾ ബ്ലീഡിങ്ങിനും അതിനൊക്കെ കാരണമായത്. വിശദാംശങ്ങളുമായി ചേരുന്ന ശ്രീകുമാരനാണ്. ശ്രീത്തെ, ഗുഡ് മോർണിംഗ്. ഈ ഒരു ജീവനോപാധിക്ക് വേണ്ടി മറ്റൊരു സംസ്ഥാനത്ത് ചെന്ന് ജീവിക്കുന്ന ഒരു യുവതിയെ അതിക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തുന്നു. ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന വിവരങ്ങൾ ശ്രീജിത്ത് പങ്കുവച്ചിരുന്നു. ഇപ്പോൾ ഇയാളെ തിരയുന്ന ആ ഒരു നീക്കത്തിലാണല്ലോ പോലീസ്. കർണാടക പോലീസിന് കേസ് കൊടുത്തിട്ടുമുണ്ടല്ലോ. കർണാടക പോലീസ് കേരളത്തിലേക്ക് എത്തി. അതായത് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലാണ് മൃതദേഹം ഇപ്പോൾ സൂക്ഷിച്ചിട്ടുള്ളത്. അവിടുത്തെ മോർച്ചറിയിലാണ്. അവിടേക്ക് ഇന്നലെ രാത്രി തന്നെ എത്തിയിരുന്നു. ബന്ധുക്കളിൽ ചില ആളുകളുടെ മൊഴി രേഖപ്പെടുത്തി. കൂടാതെ ഈ ഒപ്പമുണ്ടായിരുന്ന ആ ഒരു സഹോദരി പുത്രി, അവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തുകയാണ് അല്പസമയത്തിനകം ചെയ്യുന്നത്. ആ ഒരു നടപടിക്രമം കൂടി പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇത് കൂടാതെ ഇവരോടൊപ്പം അന്ന് ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു യുവതി, അവരും തൃശ്ശൂർ സ്വദേശിനി തന്നെയാണ്. അവരും ഈ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ വെച്ച് അവരുടെയും മൊഴി രേഖപ്പെടുത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കർണാടക പോലീസിനൊപ്പം ഈ ദീപകിൻ്റെ ഈ സ്ഥലം വാടകയ്ക്ക് എടുത്തതാണ്. ഈ പ്രദേശത്തെ സെലിബിലിയിലെ ഈ സ്ഥലം വാടകയ്ക്ക് എടുത്താണ് ഈ ഡോഗ് ഷെൽട്ടർ ഹോം. ആ ഷെൽട്ടർ ഹോമിൻ്റെ ഉടമയും ഉണ്ട്, കർണാടക സ്വദേശിയ ഉടമയും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അയാളിൽ നിന്നും കുറേ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ദീപക് ഇപ്പോൾ മറ്റൊരു സംസ്ഥാനത്താണ് ഉള്ളത് എന്ന നിർണായകമായ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പോലീസ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടുന്നില്ല. അയാളുടെ ലൊക്കേഷൻ അടക്കം പോലീസ് ട്രേസ് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അയാളെ ഉടൻ തന്നെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയാണ് പോലീസ് പങ്കുവെക്കുന്നത്. പക്ഷേ ആശങ്കയുണ്ട്. കേരള പോലീസിൽ, അതായത് ഇവിടെ വെച്ചാണ് ഈ മരിക്കുന്നത്, ഈ യുവതി മരിക്കുന്നത്, 47കാരി മരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഇവിടെ വെച്ച് മരിച്ചാലും സംഭവം മുഴുവൻ നടന്നത്, പ്ലേസ് ഓഫ് ഒക്കറൻസ് പൂർണ്ണമായി കർണാടകത്തിലെ ആ സ്ഥലത്ത് വെച്ചാണ്. അതുകൊണ്ട് തങ്ങൾക്ക് മറ്റൊന്നും ചെയ്യാനില്ല, അവിടേക്ക് കേസ് കൈമാറുകയാണെന്നാണ് കേരള പോലീസ് അറിയിച്ചിട്ടുള്ളത്. കർണാടക പോലീസിന് കേസ് കൈമാറുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഉണ്ടാകുമോ എന്നൊരു ആശങ്കയും ഈ കുടുംബം പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഇയാൾക്കെതിരെ നിരവധി ക്രിമിനൽ കേസുകളുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഡോക്ടറെ കൊല്ലാൻ ശ്രമിച്ച കേസുണ്ട്. അതിന് ജയിൽവാസം വിദേശത്ത് അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ കൊക്കൈൻ കടത്തിയ ഒരു കേസ് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ തന്നെ ഉണ്ട്. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കേസ് ഒരു കറൻസി നോട്ടുകൾ കത്തിച്ചതിന് ഇത്തരത്തിൽ ഇത്തരത്തിൽ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ കേസ് ഉണ്ട്. കർണാടകത്തിലും സമാനമായ രീതിയിൽ ഇയാൾക്കെതിരെ കേസുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് കൊടും ക്രിമിനലാണ്. മറ്റ് പ്രധാനപ്പെട്ട വ്യവസായികളുടെ ഒക്കെ പേര് പറഞ്ഞ് ആണ് ആളുകളെ ഭീഷണിപ്പെടുത്തുന്നതെന്നും പറയുന്നുണ്ട്. എന്തായാലും ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ പുറത്തു വിടാൻ കഴിയും. ഏതായാലും കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരട്ടെ. ദീപകിന് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുകയാണ്. ദീപക് ഒരു സ്ഥിരം കുറ്റവാളിയാണ് എന്നാണ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ദീപകിനെ പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. അതിനുവേണ്ടിയുള്ള പരിശോധനകൾ, അന്വേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ശ്രീകുമാരൻ അതിന്റെ ആ വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു. അതിക്രൂരമായ മർദ്ദനമായിരുന്നു. ഇപ്പൊ ആ ദൃശ്യങ്ങളിലൊക്കെ കാണുമ്പോൾ തെരുവുനായയൊക്കെ ഓമനിക്കുന്നത് കാണാം. പക്ഷെ അതിൽ അല്പം കരുണ മനുഷ്യനോട് കാണിക്കാമെന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.